അംഗശുദ്ധി. നമസ്കാരം, തവാഫ് തുടങ്ങിയ കർമ്മങ്ങൾ സ്വീകാര്യമാകണമെങ്കിൽ വുളു നിർബന്ധമാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ ഖുംതും ഇലസ്സലാത്തി ഫഗ്സിലൂ വൂജൂഹകും വഅയ്ദിയകും ഇലൽ മറാഫിഖി വംസഹൂ ബിറുഊസികും വഅർജുലകും ഇലൽ കഅബൈൻ. സത്യവിശ്വാസികളെ, നിങ്ങൾ നമസ്കാരത്തിനൊരുങ്ങിയാൽ നിങ്ങളുടെ മുഖങ്ങളും 2 കൈകളും മുട്ടുവരെ കഴുകുകയും നിങ്ങളുടെ തല തടവുകയും നെരിയാണി വരെ 2 കാലുകൾ കഴുകുകയും ചെയ്യുക. നിയ്യത്തോടെ ബിസ്മി ചൊല്ലി ആരംഭിക്കുക. ദന്തശുദ്ധി. വുളുവിന് മുമ്പായി പല്ലുതേക്കൽ പ്രബലമായ സുന്നത്തുകളിൽപ്പെട്ടതാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതേക്കുറിച്ച് നൽകിയ നിർദ്ദേശം ശ്രദ്ധിക്കുക. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്റെ സമുദായത്തിന് ബുദ്ധിമുട്ടില്ലായിരുന്നുവെങ്കിൽ എല്ലാ വുളുവിന്റെ സമയത്തും ദന്തശുദ്ധി വരുത്തുവാൻ ഞാൻ അവരോട് കൽപ്പിക്കുമായിരുന്നു. ബുഖാരി, മുസ്ലിം. ഖുർആനിന്റെയും ഹദീസിന്റെയും വെളിച്ചത്തിൽ വുളു പൂർണ്ണമായി എങ്ങനെ നിർവഹിക്കാമെന്ന് നമുക്ക് പഠിക്കാം. മുൻകൈ കഴുകൽ. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭൃത്യൻ ഹിമ്രാൻ പറഞ്ഞു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഒരു പാത്രം വെള്ളം കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. എന്നിട്ട് അദ്ദേഹം വുളു ചെയ്തു. അപ്പോൾ അദ്ദേഹം തന്റെ കൈപ്പടങ്ങൾ 3 പ്രാവശ്യം കഴുകി. അതായത് കൈപ്പടങ്ങൾ രണ്ടും ഇതുപോലെ 3 പ്രാവശ്യം കഴുകുക. കഴുകുമ്പോൾ വിരലുകൾക്കിടയിലൂടെ നന്നായി കഴുകാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ വുളു എടുക്കുമ്പോൾ നിന്റെ കൈകാലുകളുടെ വിരലുകൾക്കിടയിലൂടെ കഴുകണം. തുർമുദി. ഒരു പാത്രത്തിൽ നിന്നാണ് വുളു എടുക്കുന്നതെങ്കിൽ പുറത്തേക്ക് വെള്ളം ചൊരിച്ചുകൊണ്ടാണ് കൈ കഴുകേണ്ടത്. ഈ ഭാഗമത്രയും 3 തവണ കഴുകേണ്ടതാണ്. വാ കൊപ്പിളിക്കലും മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റലും. സുമ്മ മൽമല വസ്തൻസറ. പിന്നെ വായിൽ വെള്ളം കൊപ്പിളിക്കുകയും മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുകയും ചെയ്തു. കയ്യിൽ വെള്ളമെടുത്ത് കൊപ്പിളിക്കുകയും ബാക്കി വെള്ളം കൊണ്ട് മൂക്കിൽ കയറ്റി ചീറ്റുകയും ചെയ്യുക. ഇങ്ങനെ 3 തവണ ആവർത്തിക്കുക. മുഖം കഴുകൽ. സുമ്മ ഗസല വജ്ഹഹു 3 മർറാത്ത്. പിന്നെ അദ്ദേഹം 3 പ്രാവശ്യം മുഖം കഴുകി. കയ്യിൽ വെള്ളമെടുത്ത് മുഖം മുഴുവനായി 3 പ്രാവശ്യം കഴുകുക. നെറ്റിയുടെ മുകൾ ഭാഗം മുതൽ താടിയുടെ അടിഭാഗം വരെയും 2 ചെവികൾക്കിടയിലുള്ള ഭാഗമത്രയുമാണ് കഴുകേണ്ടത്. മുഖം കഴുകുമ്പോൾ താടി രോമങ്ങളുടെ തിക്കകറ്റി കഴുകുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അമ്മാർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. അദ്ദേഹം പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ താടി തിക്കകറ്റി, അതായത് ഉള്ളിലൂടെ വിരലിട്ട് കഴുകുന്നത് ഞാൻ കണ്ടു. ഇബ്നു മാജ. കൈ കഴുകൽ. പിന്നെ വലതുകൈ മുട്ടുൾപ്പെടെ 3 പ്രാവശ്യം കഴുകി. അതുപോലെ ഇടത് കൈയും കഴുകി. ആദ്യം വലതുകൈ മുട്ടുൾപ്പെടെ കഴുകുക. ഇങ്ങനെ 3 പ്രാവശ്യം കഴുകണം. ശേഷം ഇടതുകൈയും മുട്ടുൾപ്പെടെ 3 പ്രാവശ്യം കഴുകുക.
കൈകൾ മുട്ടുൾപ്പെടെയാണ് കഴുകേണ്ടതെന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. തലയും ചെവിയും തടവൽ. തല തടവേണ്ട രൂപം ഹദീസുകളിൽ വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട്. അബ്ദുല്ലാഹിബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം: നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 2 കൈകൊണ്ടും തല തടവി. 2 കൈയും മുമ്പിൽ നിന്ന് പിന്നോട്ടും പിന്നിൽ നിന്ന് മുന്നോട്ടും നടത്തി. അതായത് തലയുടെ മുൻഭാഗത്ത് നിന്ന് തുടങ്ങി 2 കൈയും പിരടി വരെ കൊണ്ടുപോയി പിന്നെ തുടങ്ങിയ സ്ഥലത്തേക്ക് തന്നെ മടക്കി കൊണ്ടുവന്നു. കൈകൾ നനച്ച ശേഷം പെരുവിരലുകൾ ഇതുപോലെ ചെവിക്കരികെ ചെന്നിയിടും. മറ്റു വിരലുകൾ വിടർത്തി തമ്മിൽ മുട്ടത്തക്ക വിധം തലയുടെ മുൻഭാഗത്തും വയ്ക്കുക. ശേഷം പിന്നിലേക്ക് തടവുക. തിരിച്ച് മുന്നോട്ടും ഇതേ രീതിയിൽ തടവുക. ശേഷം ചൂണ്ടുവിരൽ കൊണ്ട് ഇരു ചെവികൾക്കുള്ളിലും തടവുകയും തുടർന്ന് പെരുവിരൽ കൊണ്ട് ഇതുപോലെ ചെവിയുടെ പുറം ഭാഗത്ത് തടവുകയും ചെയ്യുക. ചെവി തടവാനായി പ്രത്യേകം വെള്ളമെടുക്കേണ്ട ആവശ്യമില്ല. തലയും ചെവിയും തടവേണ്ടത് ഒരു പ്രാവശ്യം മാത്രമാണെന്നതും പ്രത്യേകം ശ്രദ്ധിക്കണം. ഫമസഹ ബിറഅസിഹി വഉദുനൈഹി ഫഗസല ബുതൂനഹുമാ വളുഹൂറഹുമാ മറത്തൻ വാഹിദതൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ തലയും 2 ചെവികളുടെ അകവും പുറവും ഒരു തവണ തടവി. അബൂദാവൂദ്. സ്ത്രീകളും ഇതേപോലെ ഒരു തവണ പിരടി വരെ മാത്രമാണ് തടവേണ്ടത്. കാൽ കഴുകൽ. പിന്നെ ഞെരിയാണി വരെ വലതുകാൽ 3 പ്രാവശ്യം കഴുകി. ഇടതുകാലും അതുപോലെ തന്നെ കഴുകി. ആദ്യം വലതുകാൽ വെള്ളം കൊണ്ട് നെരിയാണി ഉൾപ്പെടെ കഴുകണം. കഴുകുമ്പോൾ കാൽ വിരലുകൾക്കിടയിൽ കഴുകാനും പ്രത്യേകം ശ്രദ്ധിക്കണം. അതേപോലെ മടമ്പുകളും നന്നായി കഴുകണം. ഇങ്ങനെ 3 തവണ ആവർത്തിക്കണം. അതേപോലെ ഇടതുകാലും കഴുകുക. നേരത്തെ പറഞ്ഞതുപോലെ കാൽവിരലുകൾക്കിടയിൽ നനയുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. അതുപോലെ മടമ്പുകൾ നന്നായി ഉരച്ചു കഴുകണം. നെരിയാണി ഉൾപ്പെടെയുള്ള എല്ലാ ഭാഗങ്ങളും ശരിയായി നനഞ്ഞിരിക്കണം. ഉമർ ഇബ്നുൽ ഖത്താബിൽ നിന്ന് നിവേദനം: ഒരാൾ വുളു എടുത്തപ്പോൾ അദ്ദേഹത്തിന്റെ കാൽപാദത്തിൽ ഒരു നഖത്തിന്റെ അത്രയും സ്ഥലം നനയാതെ ഉപേക്ഷിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കാണുകയുണ്ടായി. അദ്ദേഹത്തോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: നീ വീണ്ടും വുളു നന്നാക്കിയെടുക്കുക. അപ്പോൾ അദ്ദേഹം അങ്ങനെ ചെയ്തു. എന്നിട്ട് നമസ്കരിച്ചു. മുസ്ലിം. ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാലിൽ ചെറിയൊരു ഭാഗമെങ്കിലും നനയാതിരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവത്തോടെ കണ്ടിരുന്നു എന്നാണ്. അതേപോലെ തന്നെയാണ് കാൽവിരലുകൾക്കിടയിൽ നനയേണ്ട കാര്യവും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം: നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: നീ വുളു എടുക്കുമ്പോൾ നിന്റെ കൈകാലുകളുടെ വിരലുകൾക്കിടയിലൂടെ കഴുകണം. തുർമുദി. കാലിന്റെ മടമ്പുകൾ കഴുകുന്നതും അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടതാണ്. മടമ്പ് നനയുന്ന കാര്യത്തിൽ പലരും പൊതുവെ അശ്രദ്ധരാണ്. അബ്ദുല്ലാഹിബിൻ അംർ റളിയല്ലാഹു അൻഹു പറയുന്നു: ഒരു യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളിൽ നിന്നൽപ്പം പിന്നിലായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് നമസ്കാരത്തിന്റെ സമയമായി. ഞങ്ങൾ അംഗശുദ്ധി വരുത്തി. അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ കാലുകളുടെ മേൽ തടവുകയും ചെയ്തു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു: വൈലുലിൽ അഅഖാബി മിനന്നാർ. മടമ്പിൻ കാലുകൾക്ക് നരകശിക്ഷയാവുന്ന വമ്പിച്ച നാശം.
അതായത് പൂർത്തിയായി കഴുകാത്തവരുടെ. 2-3 പ്രാവശ്യം ഇപ്രകാരം പറഞ്ഞു. വുളൂഇന് ശേഷമുള്ള പ്രാർത്ഥന. വുളൂഇന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിക്കാറുണ്ടായിരുന്ന പ്രാർത്ഥന ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാം. അൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖാൽ قال رسول الله صلى الله عليه وسلم من توضأ فأحسن الوضوء ثم قال أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم اجعلني من التوابين واجعلني من المتطهرين فتحت له 8 أبواب الجنة يدخل من أيها شاء. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ ഏറ്റവും നല്ല രൂപത്തിൽ വുളു എടുക്കുകയും പിന്നീട് ഏകനായ അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ലെന്നും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ അടിമയും ദൂതനുമാണെന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. അല്ലാഹുവേ, എന്നെ നീ തൗബ ചെയ്യുന്നവരുടെയും ശുദ്ധിയുള്ളവരുടെയും കൂട്ടത്തിൽ ഉൾപ്പെടുത്തേണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്താൽ അവനു വേണ്ടി സ്വർഗത്തിന്റെ 8 വാതിലുകളും തുറക്കപ്പെടുന്നതായിരിക്കും. അവന് ഉദ്ദേശിക്കുന്നതിലൂടെ പ്രവേശിക്കുകയും ചെയ്യാം. ഈ പ്രാർത്ഥന ഒരിക്കൽ കൂടി ശ്രദ്ധിക്കുക. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ് വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അല്ലാഹുമ്മ ജഅൽനി മിനൽ തവ്വാബീൻ വജഅൽനി മിനൽ മുതതഹ്ഹിരീൻ. തയമ്മും. ഭൂമുഖത്ത് മണ്ണിലോ മറ്റോ 2 കൈകൊണ്ടും ഒരടി അടിച്ച് മുഖവും കൈപ്പടങ്ങളും ഒരു തവണ തടവുക എന്നതാണ് തയമ്മുമിന്റെ രൂപം. നമസ്കാരത്തിന്റെ രൂപം. ആദ്യമായി